കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് പുട്ടാണ്. അപ്പോൾ പുട്ട് എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാം. അപ്പോൾ ഞാൻ റവ കൊണ്ട് ഉണ്ടാക്കുന്ന പുട്ടിൻ്റെ ഒരു റെസിപ്പിയാണ് കാണിക്കുന്നത്. നല്ല സോഫ്റ്റും ടേസ്റ്റുമാണ്. നിങ്ങൾക്ക് അറിയാമായിരിക്കും എങ്കിലും ഞാൻ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണിത്. അപ്പോൾ ആദ്യം തന്നെ റവ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 കപ്പ് റവ ഇട്ട് കൊടുക്കുക. അത് ചെറിയ തീയിൽ വെച്ചതിന് ശേഷം നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം. അപ്പോൾ കരിഞ്ഞു പോവാത്ത രീതിയിൽ നമുക്കിത് വറുത്തെടുക്കാം. അപ്പം ഞാനിത് റവ എപ്പോഴും വറുത്തെടുത്തിട്ടാണ് പുട്ടുണ്ടാക്കുന്നത്. അല്ലാതെ ഞാനിതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല വറുക്കാതെ. അപ്പം വറുത്തെടുത്ത പൊടി നമ്മൾ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 1/4 കപ്പ് അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു കൈപ്പിടി അളവിൽ തേങ്ങ ചിരകിയതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് പുട്ടിന് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആ തേങ്ങയുടെ ആ ഒരു നനവിൽ ആദ്യം നമുക്ക് പൊടിയൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നീട് നമുക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് വെള്ളം അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആ തേങ്ങയുടെ ആ ഒരു നനവിൽ നമ്മൾ നന്നായിട്ട് തിരുമ്മി എടുക്കുകയാണ് പൊടി. അപ്പോൾ ആ ഒരു നനവ് കൂടി ആവുമ്പോൾ നമുക്ക് പിന്നീട് വെള്ളം ചേർക്കുമ്പോൾ അറിയാൻ പറ്റും. ആദ്യം തന്നെ നമ്മളത് ആ തേങ്ങയുടെ വെള്ളം അതിലുണ്ടല്ലോ. അപ്പോൾ പിന്നീട് വെള്ളം ചേർക്കുമ്പോൾ ഒരുപാട് ചേർക്കാൻ പാടില്ല. അപ്പോൾ ഞാനിതാ പാലാണ് എടുത്തേക്കുന്നത്. വെള്ളം ചേർത്ത് നനയ്ക്കാൻ ഞാനിപ്പോൾ കുറച്ച് പാലെടുത്തിട്ടുണ്ട്. ഇനി അത് നമുക്കിതിലേക്ക് തളിച്ച് കൊടുത്തതിന് ശേഷം ഇങ്ങനെ കുറേശ്ശെ ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് നല്ലതുപോലെ നനച്ചെടുക്കാം. അപ്പോൾ ഒറ്റ ട്രിപ്പായിട്ട് നമ്മൾ വെള്ളം ഒഴിക്കരുത്. ചിലപ്പോൾ വെള്ളം കൂടിപ്പോവും, കുഴഞ്ഞു പോവും. അങ്ങനെ ഞാനിത് കുറേശ്ശെയായിട്ട് ഇങ്ങനെ പാലൊഴിച്ചിട്ട് ഇങ്ങനെ നനച്ചെടുക്കുകയാണ്. അപ്പം നന്നായിട്ട് നമ്മൾ നനച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു ക്യാരറ്റിൻ്റെ പകുതി എടുത്തിട്ടുണ്ട്. വലിയൊരു ക്യാരറ്റിൻ്റെ പകുതിയാണ് ഞാൻ എടുത്തേക്കുന്നത്. അതിതിലേക്ക് ചീകി എടുത്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ നനവ് കറക്റ്റാണ്. അപ്പോൾ ഇനി അതിലേക്ക് ആ ഒരു ക്യാരറ്റ് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. ക്യാരറ്റ് ഇടണമെന്ന് നിർബന്ധമില്ല. ഇഷ്ടമാണെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ നമ്മുടെ കുഞ്ഞു മക്കൾക്കൊക്കെ കൊടുക്കുമ്പോൾ അവരല്ലാണ്ട് ക്യാരറ്റ് കഴിക്കത്തില്ലല്ലോ. അപ്പോൾ ഇങ്ങനെയൊക്കെ ചേർത്ത് കൊടുത്താൽ ചിലപ്പോൾ അവർ കഴിക്കും. അപ്പോൾ അതിന് ശേഷം നമ്മൾ ക്യാരറ്റ് ഇട്ടതിന് ശേഷം നല്ലതുപോലെ നനച്ചെടുക്കാം. നല്ലതുപോലെ ഇളക്കിയെടുത്തതിന് ശേഷം നമുക്കിത് ഇനി പുട്ട് കുറ്റിയിലേക്ക് നിറച്ചതിന് ശേഷം ഇത് ആവിയിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഇങ്ങനെ നമ്മൾ കയ്യിൽ പിടിക്കുമ്പോൾ ഇങ്ങനെ പിടിക്കുന്ന സമയത്ത് ആ ഒരു ഉരുള പോലെ ആയി കിട്ടത്തില്ല. ആ ഒരു പരുവത്തിലാണ് നമ്മൾ നനച്ചെടുക്കേണ്ടത്. പിന്നെ ഞാനത് ആ പുട്ട് കുറ്റി എടുത്തിട്ടുണ്ട്. നമ്മൾ ചിരട്ട പുട്ടിൻ്റെ കുറ്റിയാണ് എടുത്തേക്കുന്നത്. അതിലേക്ക് ഒരല്പം തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി നമ്മൾ നനച്ച് വെച്ചിരിക്കുന്ന പൊടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ഒരുപാട് ഇങ്ങനെ നമ്മൾ കൈ വെച്ച് പ്രസ് ചെയ്ത് അമർത്തി വെക്കാൻ പാടില്ല. അല്ലാണ്ട് നമ്മളിങ്ങനെ വാരി ലൂസായിട്ട് തന്നെ വെച്ച് കൊടുക്കണം. അപ്പോൾ അതിലേക്ക് ആവിയൊക്കെ നല്ലതുപോലെ കയറിയിട്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ പൊടി നിറച്ചതിന് ശേഷം ഒരു മുകളിലായിട്ട് ഒരു അല്പം തേങ്ങയും കൂടെ വെച്ചിട്ട് നമുക്കിനി ഇത് അടച്ചിട്ട് നമുക്കിനി വേവിച്ചെടുക്കാം. അപ്പം ഞാൻ കുക്കറിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്കിനി നമ്മുടെ പുട്ടുകുറ്റി വെച്ച് കൊടുക്കാം. ഇനി നന്നായിട്ട് ആവി വെന്തതിന് ശേഷം നമുക്കെടുക്കാം. അപ്പോൾ ഈ ആവിയൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ പുട്ട് എടുത്തൊരു പാത്രത്തിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരു പ്രത്യേക ഒരു മണമൊക്കെയാണ് നമ്മൾ ഈ പുട്ടിന്.
അപ്പം ഇനി അതിലേക്ക് കൂടെ കഴിക്കാനായിട്ട് നമ്മളൊരു പഴവും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പുട്ടിൻ്റെ കൂടെ നിങ്ങൾക്ക് എന്താ ഇഷ്ടം? കടലക്കറിയാണോ ഇഷ്ടം, അതോ പഴം കൂട്ടി കഴിക്കാനാണോ? ചിലർക്ക് കറി കൂട്ടി കഴിക്കാനാണ് ഇഷ്ടം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യണം. എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇതുവരെ എൻ്റെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാരോടും ഒരുപാട് നന്ദി സ്നേഹം അറിയിക്കുകയാണ്. അപ്പം നിങ്ങളിതുപോലെ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കൂ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നോട് കമൻ്റായിട്ട് അറിയിക്കാൻ മറക്കരുത്. അപ്പം വീഡിയോസ് ലൈക്ക് ചെയ്യാനും കമൻ്റ് അറിയിക്കാനും പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പം വീണ്ടും ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു.